പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ ഡെയിലി ബ്ലെസ്സിംഗ് ടൈമിലൂടെ ദൈവവചന ശുശ്രൂഷകൾ അനുഭവിക്കുന്ന, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷ അനേകർക്ക് അതൊരനുഗ്രഹമായി തീരാൻ, അനേകർക്കത് ഷെയർ ചെയ്ത് നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹത്തെയും അറിയിക്കുകയാണ്. നിങ്ങളെ ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളിലൂടെ അനേകർക്ക് ദൈവവചന സന്ദേശങ്ങൾ കേൾക്കാൻ കർത്താവ് സഹായിക്കട്ടെ. അനേകരുടെ കണ്ണുനീരുകൾ തുടയ്ക്കുവാനും ദൈവം ഇടയാക്കട്ടെ. ഒരു വാക്യം നമ്മൾ വായിച്ചു, ചില കാര്യങ്ങൾ വീണ്ടും നമുക്ക് ചിന്തിക്കുവാൻ ഇടയാകട്ടെ. നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാൻ, നമ്മൾ അനുഗ്രഹമായിട്ട് മാറാൻ യേശു ക്രിസ്തുവിനെ പിതാവാം ദൈവം കൈവിടുവാൻ ഇടയായി. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 46-ാം വാക്യം. ഏകദേശം 9 മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് അർത്ഥം. പിതാവാം ദൈവം യേശുവിനെ കൈവിട്ടു. ഇതൊരു നിസ്സഹായതയുടെ നിലവിളിയായിട്ട്, യേശുവിന് പ്രവർത്തിക്കുവാൻ കഴിയാതെ നിലവിളിക്കുന്നതായിട്ട് കേൾവിക്കാർക്ക് തോന്നാമെങ്കിലും, പക്ഷെ ഇത് ഒരു വലിയ പ്രവചന നിവർത്തി എന്ന വണ്ണം കർത്താവായ യേശു ക്രിസ്തുവിൽ തൻ്റെ ക്രൂശുമരണവുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രവചന നിവർത്തീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എല്ലായ്പ്പോഴും പിതാവുമായിട്ടുള്ള ഒരു വലിയ ബന്ധം യേശുവിന് എപ്പോഴുമുണ്ട്. പിതാവും താനും ഒന്നാണ് എന്ന് യേശുവിൻ്റെ അവകാശ പ്രഖ്യാപനങ്ങളിൽ ഒന്നും കൂടെയാണ്. എന്നാൽ ഇവിടെ യേശു ചോദിക്കുന്നു, നീ എന്നെ കൈവിട്ടതെന്ന്. യേശുവിനെ പിതാവാം ദൈവം കൈവിട്ടു. നമുക്കറിയാം, ആദ്യമായിട്ട് യേശുവിനെ പിതാവാം ദൈവം കൈവിടുകയാണ്. ഒരിക്കലും അവർ പിരിഞ്ഞിരുന്നില്ല. ഒരിക്കലും യേശുവും പിതാവും വേറെയായിട്ടില്ല. എന്നാൽ ഇതാ യേശു ക്രിസ്തുവിനെ പിതാവാം ദൈവം കൈവിട്ടു. ഇവിടെ ഈ അനുഭവം നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാൻ കഴിയുകയില്ല. ഇത് വിശ്വാസത്താൽ മാത്രമാണ് ഒരുവൻ ഈ കാഴ്ച കാണാൻ കഴിയുന്നത്. ഇവിടെ ഇതാ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എന്ന് പറയുന്ന ക്രിസ്തു ഭക്തനായിരിക്കുന്ന ശ്രേഷ്ഠനായ ഒരു ദൈവഭൃത്യൻ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്. പരിശുദ്ധാത്മാവില് ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ വേർപിരിച്ച് നിർത്തിയ മനുഷ്യന്റെ പാപം, ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുവാൻ കർത്താവായ യേശു ക്രൂശിൽ മരിക്കേണ്ടി വരികയാണ്. ഈ നിരപ്പ് ക്രൂശിൽ യേശു മരിച്ചതിനാലാണ് മനുഷ്യനത് ലഭിക്കുന്നത്. അതുകൊണ്ട് പിതാവ് മനുഷ്യൻ ദൈവവുമായിട്ട് നിരപ്പ് വരാൻ പുത്രനെ കൈവിടേണ്ടതായിട്ട് വന്നു. എങ്ങനെയാണ് പുത്രനെ കൈവിടുന്നത്? പ്രിയമുള്ളവരെ, പിതാവ് ലോകത്തിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ശിക്ഷ, ഓരോ മനുഷ്യരുടെയും പാപങ്ങളുടെ ശിക്ഷ യേശുവിൻ്റെ മേൽ ചുമത്തുകയാണ്. അശുദ്ധിയും വിശുദ്ധിയും ഒരുമിച്ച് പോകാൻ കഴിയാത്തതുപോലെ വിശുദ്ധിയിൽ അതിഭയങ്കരനായ ദൈവത്തിന്
പാപത്തിൽ തുടരുന്ന ഒരുവനെ മുൻപോട്ട് ഒരുമിച്ച് കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. അതിന് പരിഹാരം വരുത്തിയേ മതിയാകയുള്ളൂ. ആകയാല് യേശുവിൻ്റെ മേൽ മനുഷ്യന്റെ പാപങ്ങളെ ചുമത്തി. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യത്തില് അനുഗ്രഹീത അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ശ്ലീഹ പറയുകയാണ്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. യേശുവിന്റെ മേൽ മനുഷ്യന്റെ പാപങ്ങൾ ചുമത്തപ്പെട്ടു. യേശുവിൽ വിശ്വസിക്കുന്നവന് ഇനി പാപത്തിന്റെ ശമ്പളമാകുന്ന മരണശിക്ഷ അനുഭവിക്കേണ്ടതില്ല. യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ എന്ന അനുഗ്രഹം ലഭിക്കുകയാണ്. യേശുവിൽ ആശ്രയിക്കുന്നവന് ദൈവിക അനുഗ്രഹങ്ങൾ ദൈവം പകരുകയാണ്. പ്രിയമുള്ളവരെ, നാം അനുഗ്രഹിക്കപ്പെടാൻ യേശു മനുഷ്യരുടെ പാപങ്ങളുടെ ശിക്ഷ ഏറ്റുവാങ്ങി. നാം അനുഗ്രഹിക്കപ്പെടാം. ഈ സന്ദേശം നിങ്ങളുടെ കുടുംബങ്ങളിൽ അനുഗ്രഹമായി മാറും. കാരണം പാപത്തിന്റെ ശിക്ഷകൾ ഏറ്റെടുത്ത യേശു, നിങ്ങളുടെ പാപങ്ങളുടെ ശിക്ഷകൾ ഏറ്റെടുത്ത യേശു നിങ്ങളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം, നിങ്ങളുടെ വീട്ടിൽ അനുഗ്രഹം ഉണ്ടാകുവാൻ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ, ഭാവി ജീവിതത്തിൽ ആത്മീയമായും ഭൗതികമായും ഒക്കെ അനുഗ്രഹിക്കപ്പെടാൻ സ്വർഗത്തിലെ ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ മുൻപോട്ട് പോകാൻ കഴിയാതെ പാപം മനുഷ്യനെ വേർപെടുത്തിയതിനാൽ പാപത്തിന് പരിഹാരം വരുത്തി ദൈവത്തോട് കൂട്ടായ്മ പങ്കിടുവാൻ അങ്ങനെ വലിയൊരു അനുഗ്രഹം ലഭിച്ചു. നിത്യജീവൻ എന്ന അനുഗ്രഹം ലഭിച്ചു. സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ഇങ്ങനെ ഒട്ടനവധി അനുഗ്രഹങ്ങളുടെ ഒരു വലിയ കലവറ നിങ്ങളുടെ കുടുംബത്തിലുണ്ട്. കർത്താവായ യേശു ക്രൂശിൽ മരിക്കുന്നതിന് തൊട്ട് മുൻപ് യേശു പറയുകയാണ്, പിതാവ് എന്നെ കൈവിട്ടു. നമ്മളെ അനുഗ്രഹിക്കാൻ പുത്രനെ പിതാവിന് കൈവിടേണ്ടി വന്നു. എന്നാൽ യേശു മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റു വരുന്നൊരു യേശു, മരണത്തെയും പാതാളത്തെയും ജയിച്ചവനായ ഒരു യേശു ഇന്ന് നമുക്കുണ്ട്. പാപത്തിന്റെ ചങ്ങലകളെ അഴിച്ച് ജനത്തിന് സമാധാനവും സന്തോഷവും വരുത്തി, തന്നിലൂടെ പിതാവിലേക്ക് പ്രവേശനം വരുത്തി, പിതാവ് തന്നിൽ ആശ്രയിക്കുന്നവർക്ക് ഒരുക്കി വെച്ച സകല അനുഗ്രഹങ്ങളും തൻ്റെ ജനത്തിന് നൽകി. അതെല്ലാം യേശുവിലൂടെ നമുക്ക് നൽകുകയാണ്. അതുകൊണ്ട് ക്രൂശിൽ യേശു ഏറ്റെടുക്കുകയാണ് ഓരോ മനുഷ്യന്റെയും പാപത്തിന്റെ ശിക്ഷകൾ. അതുകൊണ്ട് വചനം പറയുകയാണ്, നമ്മെ അനുഗ്രഹിക്കുവാൻ പുത്രനെ ദൈവം കൈവിട്ടു. ക്രൂശിൽ മരിക്കാൻ കൈവിട്ടു. ഈ അനുഗ്രഹം, യേശുവിലൂടെയുള്ള അനുഗ്രഹം നമുക്കുള്ളതാണ്, നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളുടെ കുടുംബത്തിനുള്ളതാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ വീണ്ടും ഉണ്ടാകട്ടെ. നിങ്ങളുടെ തലമുറകളിൽ അങ്ങനെയുള്ള അനുഗ്രഹങ്ങളുണ്ട്. നമുക്കതൊന്ന് സ്വീകരിക്കാം. ദൈവമേ, ഈ അനുഗ്രഹത്തെ ക്രൂശിലൂടെ യേശു ഞങ്ങളുടെ പാപങ്ങളെ വഹിച്ചതിന് ശേഷമുള്ള ദൈവത്തിന് ഞങ്ങളോടുള്ള സകല അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല പകലിൽ, നല്ല പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രാണനാഥൻ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് എലി എലി ലമാ ശബക്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ത് എന്ന് ചോദിച്ച് കർത്താവേ നിലവിളിക്കുമ്പോൾ ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ യേശുവിനെ അങ്ങ് കൈവിട്ടു. ഞങ്ങളുടെ പാപങ്ങൾ യേശുവിന്റെ മേൽ ചുമത്തി, ഞങ്ങളുടെ ശിക്ഷകളെല്ലാം യേശുവിന്റെ മേൽ അങ്ങ് ചുമത്തി. ദൈവകോപത്തിയിൽ
ബന്ധരിയപ്പെട്ട ഞങ്ങളുടെ കർത്താവ് നിമിത്തം ഞങ്ങൾക്ക് സ്വർഗീയ അനുഗ്രഹങ്ങളുണ്ട്. അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങളുണ്ട്. ഞങ്ങളുടെ തലമുറകൾക്ക് ദൈവിക അനുഗ്രഹങ്ങളുണ്ട്. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ഞങ്ങളുടെ യേശുവിനെ അങ്ങ് കൈവിട്ടു. ആകയാൽ സ്വർഗീയ അനുഗ്രഹങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ മക്കളിലേക്ക് അതങ്ങ് പകരണമേ. ഈ പ്രഭാതത്തില് കർത്താവേ, ഡെയിലി ബ്ലെസ്സിംഗ് ടൈമിലൂടെ ആമേൻ, ഓരോ ദൈവമക്കളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദൈവിക സന്ദേശങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും ദൈവിക അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. അവിടുത്തെ നാമം മഹത്വപ്പെടുവാനിടയാക്കണം. എല്ലാ നല്ല ദാനങ്ങൾക്കായിട്ട് നന്ദി. എല്ലാ മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് ഇതുവരെയും ഞങ്ങളെ നടത്തുകയും കർത്താവായ യേശുവിൽ ഞങ്ങളെ വിജയകരമായി ദൈവിക അനുഗ്രഹങ്ങളെ പകർന്ന് നടത്തുകയും ചെയ്ത ദൈവത്തിന് ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയും. യേശുവിൻ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് യു. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.